നൂറുകണക്കിന് ഈ പ്രദേശത്തെ ആളുകൾ ഗുണഭോക്താക്കളെത്തി, എൻ്റെ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരെത്തിയിട്ടുണ്ട്, പ്രിയപ്പെട്ട ചാനൽ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പ് ഓൺ ചെയ്ത് ചെയർമാൻ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ ശിലാഫലകം തുണി കയറാൻ പോകാവുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കൊരു സ്നേഹ വിരുന്നുണ്ട്, അതും എല്ലാവരും പങ്കെടുക്കണം. ബാക്കി എല്ലാവരോടും ഒന്ന് ചേർന്ന് ഞാൻ പൊക്കത്ത് പിടിക്കുന്നുണ്ട്. ക്യാമറ ഒത്തിരി പൊക്കല്ല. ഇത് വെള്ളം മണി അതല്ല മണി മണി നാട്ടിലെ കുടിച്ച സാറൊക്കെ ഈ വാർഡിൽ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ മുണ്ടാനം ഭാഗത്ത് അന്ന് അത്രയും ഡീൻമല്ലുകളൊക്കെ വഴികളില്ലായിരുന്നു. സാറിലൂടെ ആ പാറയുടെയൊക്കെ വേണ്ടി ഞങ്ങൾ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാളിതുവരെയായിട്ടും ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഒരുമിച്ച് കിട്ടുമ്പോൾ സാധാരണഗതി ആൾക്കാർ ചെയ്യാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നഗരസഭയുടെ ഓരോ വർഷവും കിട്ടുന്ന വർഷത്തെ ആ കിട്ടുന്ന പൈസയ്ക്ക് എഗനസ്റ്റായിട്ടുള്ള ഒരു ടെൻഡറും പ്രത്യേക ടെൻഡറും കാര്യങ്ങളും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ കിണറിന് ആവശ്യമായ സ്ഥലവും ടാങ്കിന് ആവശ്യമായ സ്ഥലവും അത് ഞാൻ കൗൺസിലർ ആയതിനു ശേഷം എനിക്ക് കിട്ടിയ ഒരു പുതിയ അറിവ്. കാരണം ഫണ്ട് കിട്ടുമ്പോൾ പെട്ടെന്ന് ഇതാദ്യം നമുക്ക് ഞാൻ കിണറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ സ്ഥലം തന്നു. ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആയപ്പോൾ അദ്ദേഹം അടുത്ത ക്രിസ്മസിന് 24-ാം തീയതി വരുള്ളൂ. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തോമൻചേട്ടൻ ആ പയ്യൻ്റെ നമ്പർ എനിക്ക് നേരെ തന്നില്ല. തോമൻചേട്ടൻ വിളിക്കും, ആവശ്യമുള്ള സ്ഥലം കൂടാതെ കാരണം പപ്പവനിപ്പം എന്ത് കഷ്ടപ്പെട്ട് ഇവിടെ കയറുമെന്ന് നമുക്കറിയാം. ഈ ആധാരം തിരിച്ചുകൊണ്ട് വലിയൊരു ഒപ്പുശേഖരണം എനിക്കെതിരെ ഇവിടെ നടന്നു. കാരണം നിങ്ങളുടെ ഒപ്പം ആയിരിക്കും. അതുപോലെ തന്നെ ഈ പദ്ധതി സംബന്ധിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി MP നമുക്കിവിടെ കിട്ടിയപ്പോൾ നമ്മുടെ ഒരു സിഗ്നേച്ചർ എന്നൊരു വാക്ക് ഞാൻ അന്ന് ഉദ്ഘാടനത്തിൽ പറഞ്ഞായിരുന്നു. മഹത്തായ ഇത്ര വലിയൊരു പരിപാടിക്ക്
എൻ്റെ പ്രിയപ്പെട്ട നേതാവ് വന്നതിനുള്ള ആ സന്തോഷവും അഭിമാനവും നേരിട്ട് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഞാൻ ഇത് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും.